ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിയായ ബട്ടർ സ്കോച്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 2 kg വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് ഇതിൽ കാണിക്കുന്നത്. അതിനായിട്ട് 6 മുട്ട ആദ്യം പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായി ബീറ്റ് ആയതിനു ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്യേണ്ട, നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് എന്നിവ അരിച്ചു മാറ്റി വെച്ചത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെയായിട്ട് 1/2 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. 40-45 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പ്രളയനും സോസും ഉണ്ടാക്കി വെക്കണം. അതിനായിട്ട് ആദ്യം പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് കുത്തിപ്പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രളയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സോസും കൂടി തയ്യാറാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 40-45 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് എല്ലാവർക്കും മുറിച്ച് കൊടുക്കാനുള്ള സൗകര്യത്തിന് നന്നായി പരത്തി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3ആയി കട്ട് ചെയ്തെടുത്തിട്ട് പകുതി മുറിച്ച് 2 ലെയറായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. കേക്ക് ബോർഡിൽ ആദ്യം ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിൽ ഒരു ലെയറിൻ്റെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഷുഗർ സിറപ്പ് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമിൽ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ക്രീം തന്നെ കഴിക്കാൻ. അതിനുശേഷം നമുക്ക് പ്രളയം എല്ലായിടത്താകും വിധം ഇട്ട് കൊടുക്കാം. അതിന് മീതിയായിട്ട് നമുക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 2ാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് മീതെ ക്രീം വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് സൈഡിലൊക്കെ ലീഫ് ഡിസൈനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് അധികം ക്രീം തേച്ചിട്ടില്ല. ഇനി ലീഫ് ഡിസൈൻ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുത്ത് അതിന് ചുറ്റും റോസറ്റ് ഡിസൈനും കൂടി 4 ഭാഗത്തും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് സെറ്റായതിനു ശേഷം വേണം നമുക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നും കൂടി എഴുതി വർക്ക് ഫിനിഷ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.